പ്രതി അറസ്റ്റ് ചെയ്തതിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. കാരണം പ്രതി വളരെ ബുദ്ധിപൂർവമായിട്ട് മൊബൈൽ ഫോൺ, സാധാരണ എല്ലാ കേസുകളിലും മൊബൈൽ ഫോൺ ട്രേസ് ചെയ്തൊക്കെയാണ് പ്രതികളെ പിടിക്കാറ്. അതുപോലെ തന്നെ CCTVയുടെ ഇതൊക്കെ വെച്ച് ഈ കേസിൽ പ്രതി വളരെ കണ്ണിങ് ആയിരുന്നു. അയാൾ കുറ്റകൃത്യം നടന്ന ആ സമയത്ത് തന്നെ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചു. നല്ല വില കൂടിയ മൊബൈൽ ഫോൺ ഒടിച്ചു മടക്കി ദൂരെ എറിഞ്ഞിട്ടാണ് അയാൾ പോയത്. അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ പരമാവധി ഒഴിവാക്കി ബൈ റോഡുകളിൽ കൂടിയാണ് അയാൾ സഞ്ചരിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ തിരുവനന്തപുരം റൂറൽ SP കിരൺ നാരായണൻ മാഡത്തിന്റെ സ്ക്വാഡും അതുപോലെ തന്നെ അഡീഷണൽ SPയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും അത് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെയും കാട്ടാക്കട സബ് ഡിവിഷനിലെ പോലീസുകാർ അവരെല്ലാം കൂടി തുടക്കത്തിൽ ഒരു 10-50ഓളം പോലീസുകാരുണ്ടായിരുന്നു. അതിനുശേഷം മറ്റ് ഈ മയക്കുമരുന്നുകൾ പിടിക്കുന്ന അങ്ങനെ കേസുകളൊക്കെ നോക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് പേര് മാറി. ബാക്കിയുള്ള ഞങ്ങളുടെ സ്ട്രെങ്ത് അന്നെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഞങ്ങൾ കൊടപ്പനക്കുന്ന് മുഴുവൻ അരിച്ചു പറക്കിയിരുന്നു. അതിന് ഈ മരിച്ച മായയുടെ ബന്ധുക്കളുടെ വളരെ സഹകരണം ഉണ്ടായിരുന്നു, അവരും കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ആദ്യ അന്വേഷണം നടത്തിയപ്പോൾ സഹകരിച്ച കുറേ പേരുണ്ട്. അവരെല്ലാം കൂടി ആ വളരെ ദുർഘടമായ ആ പ്രദേശം മുഴുവൻ ഞങ്ങൾ അരിച്ചു പറക്കിയിരുന്നു. അപ്പോൾ അത് ചെറിയ ഇൻഫർമേഷന്റെ തകരാറുകൾ കൊണ്ടൊക്കെയാണ് അവിടെ അങ്ങനെ അരിച്ചു പറക്കേണ്ട ഒരു സാഹചര്യം വന്നത്. പക്ഷേ അതിനെ അരിച്ചു പറക്കി അങ്ങനെ അത്രയും നോക്കിയതിന് ശേഷം ഞാൻ ഏകദേശം മനസ്സിലായി അയാൾ അവിടെ ഇല്ലെന്ന്. പിന്നീടുള്ള അന്വേഷണം പഴയ രീതികളിലുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ സഞ്ചരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൂടി യാത്ര ചെയ്ത് അയാളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ച് കിട്ടിയ ഇൻഫർമേഷന്റെ പുറകിൽ പോയാണ് പ്രതി അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. മൊബൈൽ ഫോണിന്റെ യാതൊരുവിധ സഹായം കിട്ടിയിട്ടില്ല. അതുപോലെ CCTV ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതി വളരെ കണ്ണിങ് ആയതുകൊണ്ട് അയാൾ ചില സ്ഥലത്ത് യാത്ര ചെയ്തിട്ട് അവിടെ നിൽക്കും, കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് ഫോളോ അപ്പ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ പ്രയത്നത്തിന്റെ ഫലമായിട്ടായിരിക്കും അതിന് ചില ലീഡുകൾ കിട്ടി. ആ ലീഡുകൾ കിട്ടിയിട്ടാണ് പ്രതി അറസ്റ്റ് ചെയ്തത്. അതിന് ഈ കാട്ടാക്കട എറണാകുളം തിരുവനന്തപുരം റൂറലിലെ സ്ക്വാഡ് അതുപോലെ തന്നെ ഞങ്ങളുടെ കാട്ടാക്കട സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ അവർ കണ്ടിന്യൂസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് നമുക്ക് ഇനി ലീഡ് കിട്ടില്ല എന്നുള്ളൊരു വിചാരം വന്നതായിരുന്നു. എന്നാൽ പോലും അവർ ഗ്രൗണ്ടിൽ നിന്ന് മാറാതെ ലോഡ്ജുകൾ അതുപോലെ തന്നെ വഴിയരികിൽ നിൽക്കുന്ന ഈ ഓട്ടോ ഡ്രൈവർമാർ അങ്ങനെയുള്ളവരോടൊക്കെ ചോദിച്ച് കിട്ടിയ ഇൻഫർമേഷനെ പുറകെ ചെന്നാണ് ചില വിവരങ്ങൾ കിട്ടുകയും അങ്ങനെ ആ വിവരങ്ങൾ കിട്ടി ഇന്നലെ പോയി കാട്ടാക്കട SI അലോഷ്യസും പാർട്ടിയുടെ മറ്റേ തമിഴ്നാട്ടിൽ പോയി പ്രതി അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നു. അയാൾക്ക് കേസുകളില്ല, പക്ഷെ അയാളുടെ രീതികളെല്ലാം ക്രിമിനൽ രീതികളാണ്. പല കാര്യങ്ങളും അയാൾ ചെയ്യുന്നുണ്ട്. അയാൾ മറ്റേ സ്ത്രീകളെ ഈ മായ തന്നെ നേരത്തെ ഇടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വേറെ ആളുകളെയും ഇതേ രീതിയിലുള്ള അയാളുടെ ഒരു ഇടിയാണ് അതിന് കാരണമായത്. അതുപോലെയുള്ള കൃത്യമായ ഇടി കൊടുത്ത വേറൊരു സ്ത്രീ ഉണ്ട്. അതൊക്കെ കേസിൽ അവർ സാക്ഷിയായിട്ട് വരുന്നതുകൊണ്ടാണ്. ഇയാളുടെ പ്രീവിയസ് കണ്ടക്ട് അത് ഉള്ളതാണ്. അയാൾക്ക് ആ രീതികളുണ്ട്. പക്ഷെ കേസിൽ പ്രതിയാവുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഇടികൊണ്ട സ്ത്രീ തന്നെ അതിനൊരു പരാതി പറയാനൊന്നും തയ്യാറല്ല. കാരണം അത് അവർക്ക് അങ്ങനെ ആ രീതിയില്ല. പക്ഷെ അവന്റെ പ്രവൃത്തികൾ അങ്ങനെ ക്രിമിനൽ കണ്ടക്ട് ഉള്ളതാണ്. ഇല്ല, ഇയാള് ഒരു ട്രെയിലും കിട്ടാത്ത രീതിയിലാണ് അയാൾ ഒരു സാധനം കൊണ്ടുപോകാത്ത രീതിയിലാണ് അയാൾ ഇവിടുന്ന് പോയത്. അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷർട്ടും മുണ്ടും വരെ അയാൾ മാറ്റിയിരുന്നു. കാരണം പിന്നീടെങ്കിലും കണ്ടെത്താതിരിക്കാൻ ഉള്ള ഇതിൽ അതുവരെ മാറ്റി ഒരു രീതിയിലും പിന്തുടരാൻ പറ്റാത്ത രീതിയിലുള്ള യാത്രയാണ് പോയത്. അതും വളരെ ദൂരേക്ക് തന്നെ പോയിരുന്നു. നമ്മളുടെ ആദ്യത്തെ സാഹചര്യങ്ങളിൽ ഇപ്പം ഞങ്ങൾ തുടക്കത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ആദ്യം ഞങ്ങൾ കൊടപ്പനക്കുന്നിലുണ്ടെന്ന് പറയുന്ന സമയങ്ങളിലൊക്കെ അയാൾ ഇവിടുന്ന് പോയിരുന്നതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അത് ഇത്തിരി കൂടെ ക്ലാരിഫൈ ചെയ്യേണ്ടി വരും. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള അറിയാൻ പറ്റുള്ളൂ. അല്ല, അയാൾക്ക് ഈ കുറ്റകൃത്യത്തിൽ അന്വേഷിച്ച് വരുന്നുള്ളൂ അയാളുടെ പങ്ക്. അത് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. കാരണം അയാളുടെ ഒരു വേർഷനാണ് നമുക്ക് കിട്ടിയിരുന്നുള്ളൂ. പിന്നെ അയാൾ പറയുന്ന വേർഷൻസ് ശരിയാണെന്നുള്ള രീതിയിൽ ചെറിയ തെളിവുകൾ കിട്ടിയോണ്ടാണ് അയാളെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ പ്രതിയെ കിട്ടിയിട്ടുണ്ട്. പ്രതിയെ കിട്ടിയതിന് ശേഷം പ്രതി പറയുന്ന കാര്യങ്ങളും അയാൾ പറയുന്ന കാര്യങ്ങളും കൂടി താരതമ്യപ്പെടുത്തിയിട്ട് അയാൾക്ക് ഇതിൻ്റെ അത് പങ്കുണ്ടെന്നുള്ള കാര്യം അന്വേഷിക്കും. അല്ല, അത് അയാള് പിടികൂടിയില്ലായിരുന്നെങ്കിൽ അയാള് ഒരു സ്ഥലത്ത് ജോലിയിൽ കയറി അയാൾ തുടർന്ന് അവിടെ തുടർന്നേനെ.
കാരണം ഒരു രീതിയിലും കിട്ടില്ലായിരുന്നു. വളരെ സമർത്ഥമായിട്ടാണ് അയാൾ മുന്നോട്ട് പോയെങ്കിലും അയാൾ നല്ല വില കൂടിയൊരു ഫോൺ തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ട് പോയി. അപ്പോൾ ഈ കൊലപാതകം നടന്നതിന് ശേഷം കുറേ സമയങ്ങളിൽ ഞങ്ങൾ പ്രതി ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ സമയം പോയിരുന്നു. അത്ര സമർത്ഥമായിട്ട് അയാൾ പോയിരുന്നു. പക്ഷേ ചെറിയ, അതായത് നമ്മുടെ സ്ക്വാഡിൻ്റെ ഈ ഇന്നലെ പിടിക്കാൻ പോയ സ്ക്വാഡിൻ്റെ ഇവിടെ വർക്ക് ചെയ്ത് അവരുടെ ഹാർഡ് വർക്കാണ്. അവർ ഓരോ ഇഞ്ചും ഓരോ സാധ്യതകളും പരിശോധിച്ചിരുന്നു, എല്ലാ സാധ്യതകളും പരിശോധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ചില സാധ്യതകളിൽ നിന്ന് ചില വിവരങ്ങൾ കിട്ടിയിട്ട് അതിനെ ലീഡ് ചെയ്ത് പോയതാണ് പ്രതിയിലേക്ക് എത്താൻ പറ്റിയത്. അത് തമിഴ്നാട്ടിലാണ് കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് പോയി അറസ്റ്റ് ചെയ്ത ആള് ഇദ്ദേഹമാണ്. സ്ഥലത്തിന്റെ ഒരു വിളവർക്കോട്ടയം. അയാള് ജോലിയിൽ കയറിയിരുന്നു. ഒരു തവണ ജോലിയിൽ കയറിയിരുന്നിട്ട് ഒരു അവധി മേടിച്ചിട്ട് അത് അവിടെയുള്ളൊരു ഹോട്ടലാണ്. ഇല്ലില്ല, അത് അയാളെ ലക്ഷ്യമില്ലാതെ കുറച്ച് യാത്ര ചെയ്ത് അവിടെ എത്തി ആക്സിഡന്റിലേക്ക് കയറിയതാണ്. അയാൾ ഷർട്ടൊക്കെ മാറിയിട്ട് അവിടെ നിന്ന് പോയത്. നമുക്ക് അവിടുന്ന് ആ സ്ഥലത്തുനിന്ന് അയാൾ തിരിച്ചു വന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. പക്ഷെ അത് അങ്ങനെ അല്ല എന്നാണ് അയാൾ പറയുന്നത്. അവിടെ അയാൾ നിന്ന് തന്നെ പോയി എന്നുള്ള രീതിയിലാണ്. ഇല്ലില്ല, ഇയാള് ടൗണിൽ കൂടി പല സ്ഥലത്തോടെ പാസ് ചെയ്ത് യാത്ര ചെയ്ത് പോയിട്ടുണ്ട്, പല സ്ഥലത്തോടെ. അപ്പോൾ അതിനെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ചില സ്ഥലത്തൊക്കെ ചില വീഡിയോ ക്ലിപ്പൊക്കെ കിട്ടും. പക്ഷേ പിന്നെ അത് അതിന്റെ ട്രെയിൽ കിട്ടാതെ വരും. പിന്നെ ആളുകളോട് ചോദിക്കുമ്പോൾ ചെറിയ വിവരങ്ങൾ കിട്ടും. എന്ന് പറഞ്ഞാൽ അയാൾ എല്ലായ്പ്പോഴും ഇടവഴിയിൽ കൂടി കയറി. ഇപ്പം മണ്ണന്തല തന്നെ അയാൾ വന്നതിന് ശേഷം അയാൾ ഒരു ഇടവഴി കൂടെ കയറിയാണ് പോകുന്നത്. ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് അയാൾ കടത്തിനേൽ ഇരുന്ന് സമയം ചെലവഴിച്ചാൽ പോണേ. അപ്പോൾ ഫോളോ അപ്പ് നടക്കാത്ത രീതിയിൽ അങ്ങനെ ശ്രദ്ധിച്ച അയാളെ ഫോളോ അപ്പ് ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തി അയാൾ പോയത്. അല്ല, അതിപ്പോൾ നമ്മൾ ചോദ്യം ചെയ്തു വരുന്നു. എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും വിവരങ്ങൾ കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് തമിഴ്നാട് വരെ ചെല്ലില്ലല്ലോ. അടുക്കുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്തു വരുന്നുള്ളൂ. മറ്റേ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്. അത് അവർ തമ്മിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇയാളുടെ പെരുമാറ്റം സഹിക്കാൻ വയ്യാതെ അവർ തിരിച്ചു പോകാനുള്ളൊരു തീരുമാനമൊക്കെ എടുത്തു. അങ്ങനെ പോകും എന്നുള്ളൊരു അതാണ്. അത് കേസിന്റെ തെളിവിലേക്ക് പറയേണ്ട കാര്യങ്ങളാണ്. അത് അയാൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഉപേക്ഷിച്ചു. അല്ല, അത് കൊലപാതകത്തിന് മുമ്പ് ഉപേക്ഷിച്ചതാണ്. അയാളും ആ സ്ത്രീയുടെ കൂടി ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കാൻ കാര്യം വണ്ടി നിന്നുപോയതുകൊണ്ടാണ്. അവർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ അവിടെ കയറ്റിയിട്ടിട്ട് പോയതാണ്. സമാനമായി മറ്റൊരു സ്ത്രീ മർദ്ദനേറ്റുണ്ട്. അവരെയും ഇതുപോലെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് മർദ്ദിച്ചതാണോ? കാര്യം മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടിയിട്ടാണ് മർദ്ദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെയും ഇയാൾക്ക് മദ്യപിച്ച് കഴിയുമ്പോൾ അയാളുടെ നിയന്ത്രണം വിട്ടു. അപ്പോൾ അയാളുടെ ആ സമയത്തെ ഉദ്ദേശം അത് തന്നെയാണ്. പക്ഷെ അവരെ ഈ കാര്യത്തിലേക്ക് വലിച്ചഴിക്കാൻ അവർക്ക് താല്പര്യമില്ല, അവർക്ക് പരാതി കൊടുക്കാനും താല്പര്യമില്ല. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, അത് ഞങ്ങളുടെ സ്റ്റേഷൻ ലിമിറ്റും അല്ല. നിയമപരമായിട്ട് വിവാഹിതനല്ല എന്നാണ് നമ്മുടെ അറിവ്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടത്. ഇന്നലെ ഒന്ന് കിട്ടിയിട്ടല്ലേ ഉള്ളൂ ചോദിച്ചു. അല്ല, ഒരു സ്ത്രീ അല്ല, അയാൾക്ക് പല സ്ത്രീകളായിട്ട് ബന്ധമുണ്ടായിരുന്നു. കിട്ടും, തരും. ഓക്കെ അല്ലേ?